നിങ്ങൾ പ്രേക്ഷകരിൽ ഒരുപാട് പേര് ഫുഡീസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഈ ഭക്ഷണം ഇന്ന സ്ഥലത്ത് ഇതുണ്ട് എന്നറിഞ്ഞാൽ തപ്പിപ്പിടിച്ച് എത്ര ദൂരെയാണെങ്കിലും അത് കഴിക്കാൻ പോകുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവില്ല. ഈ അടുത്ത സിനിമയിൽ ഒന്ന് കണ്ടതാണ്, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ദൂരെ ഒരു സ്ഥലത്ത് പോകുക. എന്തിനാണ് അവിടെ പോയി ചായ കുടിക്കുന്നത്? അത്രയും ദൂരം പോയി ഒരു ചായ കുടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് വൈബ് വേറെയാണ്. ആ ആംബിയൻസ് അവിടെ പോയാലല്ലേ കിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നതിൽ ഒരു വസ്തുതയുണ്ട്. അത്തരം തപ്പിപ്പിടിച്ച് പോയി ഭക്ഷണം കഴിക്കുന്ന, ഒരു ചായ കുടിക്കാൻ പോലും അത്രയും ദൂരം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. ഭക്ഷണ രുചികൾ ഏറെ ഇഷ്ടപ്പെടുന്ന തലസ്ഥാന നഗരിക്ക് കാസർഗോഡൻ വൈഭവം പരിചയപ്പെടുത്തുകയാണ് ഉദുമ വനിതാ സർവീസ് സഹകരണ സംഘം. സഹകരണ എക്സ്പോയുടെ ഒരുമയുടെ പൂരത്തിൽ എത്തുന്നവർക്ക് കാസർഗോഡിന്റെ തനത് ഭക്ഷണങ്ങളാണ് ഇവർ വിളമ്പുന്നത്. കഴിക്കാൻ എത്തുന്നവർക്കും കാസർഗോഡൻ രുചികൾ നവ്യാനുഭവം പകരുകയാണ്. ഞാൻ കാസർഗോഡൻ രുചി അനുഭവിച്ചിട്ടില്ല, ഞാനും പോകുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഇവിടെ ബജെ, കലത്തപ്പം, കാസർഗോഡ് സ്വന്തം നീർദോശയും നെയ്പ്പത്തലും, കോഴിക്കറിയും പള്ളിക്കറിയും, അങ്ങനെ ലിസ്റ്റുകൾ നീളുകയാണ്. കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോയിലെ ഫുഡ് കോർട്ടിലെത്തിയാൽ ഇതെല്ലാം ആസ്വദിച്ച് കഴിക്കാം. കാസർഗോഡ് ഉദുമ വനിതാ സർവീസ് സഹകരണ സംഘമാണ് തലസ്ഥാനത്ത് ഈ രുചി വൈഭവം തീർക്കുന്നത്. ഫുഡ്കോർട്ടിലെ വിഭവങ്ങൾക്ക് പുറമെ പൊരിയുണ്ട, പിരിയട തുടങ്ങി കാസർഗോഡിന്റെ തനതു രുചികളും കനകക്കുന്നിൽ സജ്ജീകരിച്ച എക്സിബിഷൻ സ്റ്റോളിൽ യുവാക്കോ പരിചയപ്പെടുത്തുന്നുണ്ട്. കാസർഗോഡ് പലഹാരങ്ങളായ നീർദോശ, നെയ്പ്പത്തിൽ, കലത്തപ്പം, ഉണ്ടയും കടലയും അങ്ങനെയുള്ള കുറേ സ്പെഷ്യൽ വിഭവങ്ങളുണ്ട്. ഗോളി ബജ, തിരുവനന്തപുരത്ത് ആറ് കേൾക്കാത്ത കുറേ പലഹാരങ്ങളുമായിട്ടാണ് ഞങ്ങൾ കാസർഗോഡ് നിന്ന് വന്നത്. ഭക്ഷണം കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും പറയാനുള്ളത്. പ്രത്യേകിച്ചും അവർ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത വിഭവങ്ങളായതുകൊണ്ട് തന്നെ നല്ല സംതൃപ്തിയോടെയാണ് ആൾക്കാർ മടങ്ങുന്നത്. പെരുന്നാളിൻ്റെ വിഭവങ്ങൾ, അതുപോലെ തന്നെ ഹോംലി ഫുഡ്സ് പാക്കറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സ്റ്റോളിൽ വിൽക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ കച്ചവടം നടന്നു പോകുന്നുണ്ട്. കാസർഗോഡൻ വിഭവങ്ങൾ തങ്ങൾക്ക് നവ്യാനുഭവമാണെന്നാണ് രുചിച്ചവരുടെ അഭിപ്രായം. നല്ലതാണ്. ഇവിടെ എല്ലാവരും വന്ന് നെയ്പ്പത്തലാണ് പ്രധാനം. പിന്നെ അവരുടെ ഒരു ഉണ്ണിയപ്പം ഉണ്ട്, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. കാസർഗോഡിന്റെ ഗോളി ബജയും ഉരുളി പോർന്നതെല്ലാം കഴിച്ച വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുകയാണ് തലസ്ഥാന നഗരി. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.